So in the present class we are discussing about voltage regulators using Zener diode. First we go to history of Zener diode. അപ്പോൾ ക്ലാരൻസ് മെൽവിൻ സെനർ എന്ന് പറയുന്ന അമേരിക്കൻ ഫിസിസ്റ്റാണ് ഹു വാസ് ഡിസ്ക്രൈബ്ഡ് ദ പ്രോപ്പർട്ടി കൺസേണിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സിൻ്റെ ബ്രേക്ക് ഡൗണിനെ കുറിച്ച് ആദ്യമായിട്ട് സ്റ്റഡി ചെയ്തത് ക്ലാരൻസ് മെൽവിൻ സെനറാണ്. അപ്പോൾ അദ്ദേഹമാണ് സെനർ എഫക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്. അപ്പോൾ സെനർ എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിന ആദ്യമായിട്ട് പറഞ്ഞത് അദ്ദേഹമാണ്. അപ്പോൾ ദീസ് ഫൈൻഡിങ്സ് ആർ ലേറ്റർ എക്സ്പ്ലോയിറ്റഡ് ബൈ ബെൽ ലാബ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെനർ ഡയോഡ്. അപ്പോൾ ഈ ആ ഫൈൻഡിങ്സ് ആണ് പിന്നെ ബെൽ ലബോറട്ടറീസ് പിന്നെ അത് ഉപയോഗിക്കുകയും സെനർ ഡയോഡ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. ആൻഡ് വിച്ച് വാസ് ഡ്യൂലി നെയിംഡ് ആഫ്റ്റർ ഹിം. അതിനുശേഷം അതിന് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുകയും ചെയ്തു. താഴെ കാണിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. അപ്പോൾ അതിന് സൈഡിലായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സെനർ ഡയോഡ്, അതായത് 1N4740 എന്ന് പറയുന്ന ഒരു സെനർ ഡയോഡും കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡ് ഈസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. വളരെ ഹെവിലി ആയിട്ട് ഡോപ്പ് ചെയ്തിട്ടുള്ള ഒരു PN ജംഗ്ഷൻ ഡയോഡിനെയാണ് സാധാരണ നമ്മൾ സെനർ ഡയോഡ് എന്ന് പറയുക. അപ്പോൾ അതിൽ സാധാരണ P റീജിയൻ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, N റീജിയൻ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് ഇൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ. അപ്പോൾ സാധാരണ കൺവെൻഷണൽ ഡയോഡ് പോലെയല്ല, കൺവെൻഷണൽ ഡയോഡ് വിൽ ഓപ്പറേറ്റ് ഇൻ ഫോർവേഡ് റീജിയൻ. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സെനർ ഡയോഡ്സ് വിൽ ഓപ്പറേറ്റ് ഇൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ. Similarly, each Zener diode has a specific breakdown voltage called VZ. അപ്പോൾ ഓരോ സെനർ ഡയോഡിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടാകും. അത് വെച്ചിട്ടാണ് നമ്മൾ സെനർ ഡയോഡിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് VZ ഡിപ്പെൻഡ്സ് ഓൺ ഡോപ്പിംഗ് ലെവൽ. അപ്പോൾ ആ VZൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് ലെവൽ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനനുസരിച്ചാണ് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഓരോ ഡയോഡിനെയും. അപ്പോൾ ആ നമ്മളിപ്പോൾ പ്രത്യേക VZ റേഞ്ചിലുള്ള അല്ലെങ്കിൽ VZ വാല്യൂ ഉള്ളൊരു സെനർ ഡയോഡ് വേണമെന്നായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ സെനർ ഡയോഡ്സ് ആർ അവൈലബിൾ വിത്ത് VZ റേഞ്ചിങ് ഫ്രം 1.8 വോൾട്ട് ടു 200 വോൾട്ട്. 200 വോൾട്ട് വരെയുള്ള 1.8 വോൾട്ട് തൊട്ട് 200 വോൾട്ട് വരെയുള്ള റേഞ്ചിൽ നമുക്ക് സാധാരണ സെനർ ഡയോഡ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. സിമിലർലി പവർ റേറ്റിംഗ്സ് വിൽ വേരി ഫ്രം 250 മില്ലി വാട്ട് ടു 50 വാട്ട്. ഇപ്പോൾ 250 മില്ലി വാട്ട് തൊട്ട് 50 വാട്ട് വരെയുള്ള പവർ റേറ്റിങ്ങിലുള്ള സെനർ ഡയോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ക്വാർട്ടർ റേറ്റ് തൊട്ട് ഹാഫ് വാട്ട്, ക്വാർട്ടർ വാട്ട്, ഹാഫ് വാട്ട്, അങ്ങനെ 1 വാട്ട്, അങ്ങനെ മേലോട്ട് നമുക്ക് സെനർ ഡയോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ 50 വാട്ട് വരെ, അതായത് ഹൈ പവർ ആപ്ലിക്കേഷൻസിന് നമ്മൾ വാട്ടേജ് കൂടിയ ഡയോഡായിരിക്കും യൂസ് ചെയ്യുക. അടുത്തായിട്ട് സിമ്പിൾ ഓഫ് സെനർ ഡയോഡാണ് അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. സാധാരണ കൺവെൻഷണൽ ഡയോഡ് പോലെ തന്നെയാണ്, പക്ഷേ കാഥോഡ് എന്ന് പറയുന്നത് ഒരു Z സിമ്പിളായിരിക്കും. Z സിമ്പിളിൻ്റെ ഫോമിലായിരിക്കും സാധാരണ കാഥോഡ് വരിക. ബാക്കിയെല്ലാം കൺവെൻഷണൽ ഡയോഡ് പോലെ തന്നെയാണ്. കറണ്ട് ഡയറക്ഷൻ എല്ലാം അതുപോലെ തന്നെയാണ്, ആ ഡയറക്ഷൻ തന്നെയാണ് അത് ആരോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഡയോഡ് വരച്ചിരിക്കുന്നത്. അപ്പോൾ Z ഷേപ്പാണ് അതിനെ സാധാരണ ഡയോഡിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്. സാധാരണ ഡയോഡ് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Z ഷേപ്പാണ് നോക്കുക കാഥോഡിൻ്റെ. നെക്സ്റ്റ് ഈസ് എ സെനർ സർക്യൂട്ട്. ദ മോസ്റ്റ് ബേസിക് സെനർ ഡയോഡ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെനർ ഡയോഡ് ആൻഡ് റെസിസ്റ്റർ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെനർ ഡയോഡ് സർക്യൂട്ടിൽ നമുക്ക് ഒരു സെനർ ഡയോഡും അതിനോട് അനുബന്ധിച്ചൊരു റെസിസ്റ്റൻസും കാണാൻ പറ്റും. അപ്പോൾ റെഫറൻസ് വോൾട്ടേജ് തരാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ സെനർ ഡയോഡ് യൂസ് ചെയ്യുക. ഈ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. അപ്പോൾ അത് സെനർ ഡയോഡിലോട്ട് എക്സസ് കറണ്ട് ഫ്ലോ ചെയ്ത് സെനർ ഡയോഡിനെ ഡിസ്ട്രോയ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തിടുന്നത്, ഈ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഇടുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തുള്ള കറണ്ട് ഫ്ലോ കണ്ടുപിടിക്കണം. അതിന് V1 - V2/R എന്ന് പറയുന്ന ആ ഫോമുല ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കറണ്ട് വെച്ച് ഡിവൈഡ് ചെയ്താൽ V1 - V2 കറണ്ട് നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ V1 ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് V2 ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. Next is the Zener effect. The Zener effect is a type of electrical breakdown in a reverse biased PN diode in which the electric field enables tunneling of electrons from the valence to the conduction band of a semiconductor, leading to a large number of free minority carriers which suddenly increase the reverse current. അപ്പോൾ അതിനെയാണ്, ആ ഫിനോമിനെയാണ് നമ്മൾ സാധാരണ സെനർ എഫക്റ്റ് എന്ന് പറയുക. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുക. ഇന്ന് റിവേഴ്സ് ബയാസ്ഡ് PN ഡയോഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ, അതിനെയാണ് നമ്മൾ സെനർ എഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡാണ് സാധാരണ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസിനെ എനേബിൾ ചെയ്യുക. ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് വിൽ എനേബിൾ ദ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ ബാലൻസ് ടു കണ്ടക്ഷൻ ബാൻഡ്. ബാലൻസ് ബാൻഡിലിരിക്കുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ടണലിംഗ് എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുക. അതുവഴി ഒരു ലാർജ് നമ്പർ ഓഫ് ഫ്രീ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാകും. അപ്പം മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാകുകയും അതുവഴി പെട്ടെന്നൊരു റിവേഴ്സ് കറണ്ടിൻ്റെ ഫ്ലോ സഡനായിട്ട് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ സെനർ എഫക്റ്റ് എന്ന് പറയുക. Well, let us take an example. If we consider the width of a depletion region is 200 Armstrong. അപ്പോൾ 200 Armstrong ആണ് depletion regionൻ്റെ width എന്ന് എടുക്കുക. അപ്പോൾ if a reverse bias voltage of just 4 volt is applied to the diode, then the electric field intensity in the depletion region will be 2 × 10⁸
വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 4 വോൾട്ട് ആണ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൊടുത്താൽ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 2 × 10⁸ എന്ന് പറഞ്ഞാൽ വലിയൊരു ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അല്ലെ, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്, 200 ആംസ്ട്രോങ്ങേ ഉള്ളൂ. അതായത് 200 × 10⁻10 എന്ന് പറയുന്ന റീജിയനിലുള്ള ഒരു ഡിപ്ലീഷൻ റീജിയനാണ് ഉള്ളത്. അതിനകത്ത് എന്ത് ചെയ്യും, ഒരു 2 × 10⁸ വോൾട്ട് പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഇൻറ്റൻസിറ്റിയിലെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് സഫീഷ്യൻറ്റ് ടു റപ്ചർ ദ ബോൺസ് ആൻഡ് സെപ്പറേറ്റ് ദ വാലൻസ് ഇലക്ട്രോൺസ് ഫ്രം ദ റെസ്പെക്റ്റീവ് ന്യൂക്ലിയൈ. അപ്പോൾ ഇത്രയും ഇൻറ്റൻസിറ്റി കൂടിയ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു റപ്ചർ ദ ബോൺസ് ആൻഡ് സെപ്പറേറ്റ് ദ വാലൻസ് ഇലക്ട്രോൺസ് ഫ്രം ദ റെസ്പെക്റ്റീവ് ന്യൂക്ലിയൈ. അപ്പോൾ അതിനെ വാലൻസ് ഇലക്ട്രോൺസിനെ ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കാൻ ഈ ഇലക്ട്രിക് ഫീൽഡിന് സാധിക്കും. ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദർ ആറ്റംസ് റിസൾട്ടിങ് ഇൻ സഡൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ റിവേഴ്സ് കറണ്ട്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇതുപോലെ ആറ്റത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ പെട്ടെന്ന് സഡൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് റിവേഴ്സ് കറണ്ട് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ സാധാരണ സെനർ എഫക്റ്റ് നമ്മൾ കാണുന്നത് ബിലോ 6 വോൾട്ട് ആണ് നമ്മൾ സാധാരണ ഡയോഡുകളിൽ കാണുക. അപ്പോൾ സെനർ എഫക്റ്റ് പ്രിഡോമിനേറ്റ്സ് ഇൻ ഡയോഡ്സ് ഹൂസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഈസ് ബിലോ 6 വോൾട്ട്. അപ്പോൾ 6 വോൾട്ട് വരെയാണ് നമ്മൾ സാധാരണ ഈ സെനർ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുക. So there is a difference between a Zener effect and another popular effect called avalanche effect. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഓഫ് എഫക്റ്റ് ആണ് സാധാരണ ഡയോഡിൽ റിവേഴ്സ് റീജിയനിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുക. അതിൽ ഒരെണ്ണമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച സെനർ എഫക്റ്റ്, വേറൊരെണ്ണമാണ് ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ നമുക്ക് നോക്കാം. Zener breakdown occurs at junctions which being heavily doped and have narrow depletion layers. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് എവിടെയായിരിക്കും, ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള വളരെ നാരോ ആയിട്ടുള്ള ഒരു ഡിപ്ലീഷൻ ലെയർ ഉള്ള സ്ഥലത്തായിരിക്കും സാധാരണ സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുക. പക്ഷേ അതേസമയം ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ എവിടെയായിരിക്കും ഉണ്ടാകുക, ദിസ് occurs at junctions which being lightly doped and have wide depletion layers. പക്ഷേ അതേസമയം ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ആവലാഞ്ച് എഫക്റ്റ് ഉണ്ടാകുന്നത് വളരെ ലൈറ്റായിട്ട് ഡോപ്പ് ചെയ്ത ഡയോഡുകളിലാണ് ആൻഡ് ദേ ആർ ഹാവിങ് വൈഡ് ഡിപ്ലീഷൻ ലെയേഴ്സ്. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള ചീഫ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദിസ് സെനറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സെറ്റ്സ് എ വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദിസ് നാരോ ലെയർ. അപ്പോൾ അവിടെ ഒരു വെരി സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് സാധാരണ ഈ സെനർ എഫക്റ്റിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് വരിക. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രോൺസിനെ പുള്ള് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ആവലാഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു പ്രൊഡ്യൂസ് സെനർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. ഈ സെനർ ബ്രേക്ക് ഡൗൺ പ്രൊഡ്യൂസ് ചെയ്യത്തക്ക സ്ട്രോങ് അല്ലാത്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലാണ് സാധാരണ ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുക. സോ ഈ ആവലാഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇറ്റ് ഈസ് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു സ്നോഫോൾ പോലെ നമുക്ക് എടുക്കാം. അതിനെയാണ് നമ്മൾ സാധാരണ ആവലാഞ്ച് എഫക്റ്റ് എന്ന് പറയുന്നത്. ആവലാഞ്ചിൻ്റെ അർത്ഥം തന്നെ അതാണ്, ഒരു സ്നോഫോൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധാരണ മഞ്ഞുമലകൾ ഇടിയുന്നത് പോലുള്ള എഫക്റ്റാണ്. അപ്പോൾ ആദ്യം വളരെ കുറച്ച് മഞ്ഞേ ഉണ്ടാവുള്ളൂ, പക്ഷേ താഴേക്ക് ഇടിഞ്ഞു വരുമ്പോൾ എന്തുണ്ടാകും, ഇറ്റ് വിൽ ക്രിയേറ്റ് എ ക്യുമുലേറ്റീവ് എഫക്റ്റ്. ഇപ്പോൾ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് വഴി ഉണ്ടാകുന്ന ഒരു ക്യുമുലേറ്റീവ് ഫിനോമിനാണ് സാധാരണ ഈ ആവലാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുക. ഇവിടെ അതുപോലൊരു എഫക്റ്റാണ് നമ്മൾ ആവലാഞ്ച് ബ്രേക്ക് ഡൗണിൻ്റെ കേസിലും കാണുക. അപ്പോൾ അടുത്തതായിട്ട് സെനറിൻ്റെ കേസിൽ ഹിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വെരി സ്ട്രോങ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് ടു റപ്ചർ ദ കോവാലന്റ് ബോൺസ് ദെയർ ബൈ ജനറേറ്റിംഗ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. സോ ഈവൻ എ സ്മോൾ ഇൻക്രീസ് ഇൻ റിവേഴ്സ് വോൾട്ടേജ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിംഗ് ലാർജ് നമ്പർ ഓഫ് കറന്റ് കാരിയേഴ്സ്. അപ്പോൾ അത് നമ്മൾ കുറച്ചുമേ പറഞ്ഞാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ അതേസമയം ആവലാഞ്ചിൻ്റെ കേസിൽ മൈനോറിറ്റി കാരിയേഴ്സ് കൊളൈഡ് വിത്ത് സെമി കണ്ടക്ടർ ആറ്റംസ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു മഞ്ഞുമലയുടെ കേസ് പോലെ എന്ത് ചെയ്യും, മൈനോറിറ്റി കാരിയേഴ്സ് അതൊക്കെ ആദ്യം അത് കൊളൈഡ് ചെയ്യും, സെമി കണ്ടക്ടർ ആറ്റംസ് ആയിട്ട് കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ദേ ബ്രേക്ക് ദ കോവാലന്റ് ബോൺസ്. അങ്ങനെ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ന്യൂലി ജനറേറ്റഡ് ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും, വീണ്ടും ഇലക്ട്രിക് ഫീൽഡിൽ ആക്സിലറേറ്റ് ചെയ്ത് വീണ്ടും കൊലൈഡ് ചെയ്യും. അപ്പോൾ അത് മഞ്ഞുമലയുടെ കേസും അതുപോലെ തന്നെയാണ്. ആദ്യം താഴേക്ക് വരും, അത് എന്ത് ചെയ്യും, കൂടുതൽ മഞ്ഞുകട്ടകളുമായിട്ട് കൊലൈഡ് ചെയ്താണ് അവസാനം എന്ത് ചെയ്യുന്നത്, ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റായിട്ട് മാറി വലിയൊരു ആവലാഞ്ച് ഉണ്ടാകുക. അപ്പോൾ അതേപോലുള്ള ഒരു എഫക്റ്റാണ് ഇവിടെ ഉണ്ടാകുക. ആദ്യം മൈനോറിറ്റി കാരിയേഴ്സ് കൊലൈഡ് ചെയ്യും, എന്നിട്ട് അങ്ങനെ സെമി കണ്ടക്ടർ ആറ്റംസിൽ ഇരിക്കുന്ന കാരിയേഴ്സിനെ എന്ത് ചെയ്ത് റപ്ചർ ചെയ്യും. അപ്പോൾ അങ്ങനെ എന്നിട്ട് അത് വീണ്ടും അപ്പോൾ കുറേ എണ്ണം വീണ്ടും കൂടും അല്ലേ, ഈ കാരിയേഴ്സിൻ്റെ എണ്ണം കൂടുകയും മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടുകയും അത് വീണ്ടും ആക്സിലറേറ്റ് ചെയ്ത് വീണ്ടും സക്സസീവ് കൊലീഷൻസ് ഉണ്ടാകുകയും അങ്ങനെ ജനറേറ്റ്സ് ആൻ ആവലാഞ്ച് ഓഫ് ചാർജ് കാരിയേഴ്സ്. അങ്ങനെ ഒരു ചാർജ് കാരിയേഴ്സിൻ്റെ ഒരു ആവലാഞ്ച് ഉണ്ടാക്കും. അതാണ് വാസ്തവത്തിൽ ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്നത്. മറ്റിടത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, വെരി സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എന്ത് ചെയ്യുന്നത്, ഈ കോവാലന്റ് ബോൺസിനെ റപ്ചർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കൊലീഷൻ മെക്കാനിസമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, ആക്ടിവേറ്റഡ് ആകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട അതാണ്, ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡാണ് ഈ ബോൺ ബ്രേക്കേജ് ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൊലീഷൻ ഓഫ് ദ മൈനോറിറ്റി കാരിയേഴ്സ് ആണ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ദ ചീഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്. നെക്സ്റ്റ് സെനർ ഡയോഡ് എക്സിബിറ്റ്സ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് സാധാരണ കാണിക്കാറ്. ദാറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുക.
പക്ഷേ ആവലാഞ്ച് ഡയോഡ്സ് എക്സിബിറ്റ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ്. പക്ഷേ ആവലാഞ്ച് ഡയോഡ്സ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് തന്നെയാണ് കാണിക്കുക. ദാറ്റ് ഇസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഇൻക്രീസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് കാണുക. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഉണ്ടാകുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഈ ആവലാഞ്ചിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൊലീഷൻ മെക്കാനിസം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടുമ്പോൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് കുറയും. മീൻ ഫ്രീ പാത്ത് കുറയുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, രണ്ട് സക്സസീവ് കൊലീഷൻസ് ഇടയിലുള്ള ആ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയും. അപ്പോൾ എന്ത് പറ്റും, വളരെ കൂടുതൽ കൊലീഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കൊലീഷൻ്റെ അങ്ങനെ വഴി കുറേ എനർജി അങ്ങ് നഷ്ടപ്പെടും. ആ എനർജിയും കൂടെ ഓവർകം ചെയ്യാനുള്ള എനർജി നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ഇവിടെ ആവലാഞ്ച് എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതാണ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അതുകൊണ്ടാണ് കൂടുന്നത്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻക്രീസ്. അതിനനുസരിച്ച് അങ്കി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനെ അങ്ങോട്ട് അടുത്ത ഒരു റീജിയനിൽ നിന്ന് അടുത്ത റീജിയനിലേക്ക് നമുക്ക് ഈ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വിൽ ഇൻക്രീസ്. സ്വാഭാവികമായിട്ടും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നത് വീണ്ടും കൂടിയാൽ എന്ത് ചെയ്യും, വീണ്ടും ഈ മീൻ ഫ്രീ പാത്ത് വീണ്ടും കുറയും. അപ്പോൾ വീണ്ടും കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ അതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വീണ്ടും കൂടും. അപ്പോൾ അതാണ് സാധാരണ ഈ ആവലാഞ്ച് എഫക്റ്റിൽ സംഭവിക്കുക. അതുകൊണ്ടാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ അതേസമയം ഇവിടെ സെനർ ഡയോഡിൻ്റെ കേസിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ വഴി തന്നെ എന്ത് ചെയ്യും, കുറേ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ വഴി ഒരു തെർമൽ അജിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ തെർമൽ അജിറ്റേഷൻ വഴി ഇലക്ട്രോൺസിന് എനർജി കിട്ടുകയും അത് പെട്ടെന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അത്രയും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. സോ നമുക്ക് അപ്പം ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കുറച്ച് മതിയാവും. അപ്പോൾ അത്രയും കുറഞ്ഞ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തന്നെ ഈ മെക്കാനിസം ആക്ടിവേറ്റഡ് ആവും. ദാറ്റ് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ സെനർ ഡയോഡ് ആൻഡ് ആവലാഞ്ച് ഡയോഡ്. അപ്പോൾ ഒരിടത്ത് ഈ കൊലീഷൻ വഴിയാണ് നടക്കുക, മറ്റിടത്ത് ഇലക്ട്രിക് ഫീൽഡാണ് നടക്കുക. അപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സെനർ ഡയോഡിൻ്റെ കേസിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അത്രയും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൻ്റെ ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ ഈ എഫക്റ്റ് ആക്ടിവേറ്റഡ് ആവും. പക്ഷേ അതേസമയം ആവലാഞ്ച് ഡയോഡിൽ അങ്ങനെയല്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ മീൻ ഫ്രീ പാത്ത് കുറയുക ചെയ്യുക. അപ്പോൾ അതുവഴി ഈ സക്സസീവ് കൊലീഷൻസിൻ്റെ എണ്ണം കൂടുക ചെയ്യുക. അപ്പോൾ അതുവഴി ഇറ്റ് റിക്വയർസ് മോർ എനർജി ആക്ച്വലി. അപ്പോൾ ആ കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആവലാഞ്ച് എഫക്റ്റ് വർക്ക് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അതിനനുസരിച്ച് കൂടുക. So that is a basic difference between Zener breakdown and avalanche breakdown. ഇനി അടുത്ത കുറേ കമ്പാരിസൺ ടോപ്പിക്സ് നമുക്കുണ്ട്. അപ്പോൾ ആ ടൈറ്റിൽസിൽ എങ്ങനെയൊക്കെയാണ് ആവലാഞ്ച് ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും വ്യത്യാസപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ കുറച്ച് ബേസ് ഫോർ കമ്പാരിസൺ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് എ ഡിപ്ലീഷൻ റീജിയൻ. സാധാരണ ആവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ സാധാരണ ഒരു വൈഡ് ഡിപ്ലീഷൻ റീജിയനാണ് ഉണ്ടാകുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് തിക്ക്. അതേസമയം സെനറിൽ ഇറ്റ് വിൽ ബി തിൻ. വളരെ തിന്നായിട്ടുള്ള ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി വെരി തിൻ. ഡിപ്ലീഷൻ റീജിയൻ വിൽ ബി തിൻ. അതുപോലെ ആവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ ജംഗ്ഷൻ വിൽ ബി ഡിസ്ട്രോയിഡ്. ജംഗ്ഷൻ ഡിസ്ട്രോയിഡ് ആവും. പിന്നെ ജംഗ്ഷനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ അതേസമയം സെനർ ബ്രേക്ക് ഡൗണിൽ ജംഗ്ഷൻ ഡിസ്ട്രോയ് ആകത്തില്ല. നമുക്ക് ആ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ഇട്ട് നമുക്ക് കറണ്ടിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ത്രെഷോൾഡ് റീജിയനിൽ, കറണ്ടിൻ്റെ ത്രെഷോൾഡ് റീജിയനിൽ മാത്രമേ ഈ സെനർ ഡയോഡ് വർക്ക് ചെയ്യത്തുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദ ജംഗ്ഷൻ വിൽ നോട്ട് ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ആവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ വളരെ വീക്കാണ്. അതേസമയം സെനർ ബ്രേക്ക് ഡൗണിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ആക്ടിവേറ്റഡ് ആകുക. ഇറ്റ് പ്രൊഡ്യൂസസ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ആവലാഞ്ചിൽ ഈ സക്സസീവ് കൊലീഷൻസ് വഴി ഇലക്ട്രോൺ ഹോൾ പെയർസാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. പക്ഷേ സെനർ ബ്രേക്ക് ഡൗണിൽ ഇലക്ട്രിക് ഫീൽഡാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനായിരിക്കും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അതുപോലെ ഡോപ്പിങ്ങിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ലോ ഇൻ ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ കേസസ്. അതേസമയം സെനറിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കും, ഇറ്റ് വിൽ ബി വെരി ഹെവി. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഡോപ്പിംഗ് ആണ് അവിടെ ഉണ്ടാകുക. ആൻഡ് റിവേഴ്സ് പൊട്ടൻഷ്യൽ ഈസ് ഹൈ ഇൻ കേസ് ഓഫ് ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ, ബട്ട് ഇറ്റ് ഈസ് ലോ ഫോർ സെനർ ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ റിവേഴ്സ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 6 വോൾട്ട് വരെയാണ് സാധാരണ സെനർ എഫക്റ്റ് നടക്കുക. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ലോ. 6 വോൾട്ട് കഴിഞ്ഞാലാണ് സാധാരണ പിന്നെ ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആക്ടിവേറ്റഡ് ആകുക. അപ്പോൾ സോ വി ക്യാൻ സേ റിവേഴ്സ് പൊട്ടൻഷ്യൽ ഈസ് ഹൈ ഫോർ ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അത് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആണ്. ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഈസ് പോസിറ്റീവ് ഫോർ ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഫോർ സെനർ ബ്രേക്ക് ഡൗൺ. പിന്നെ അടുത്ത അയണൈസേഷൻ മെക്കാനിസം ആണ്. അയണൈസേഷൻ മെക്കാനിസം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കൊലീഷൻ, but in Zener it is because of electric field. Next is the breakdown voltage. It is directly proportional to temperature, while in Zener breakdown it is inversely proportional to temperature. And next is after breakdown the voltage varies
while voltage remains constant for Zener breakdown. അപ്പോൾ ബ്രേക്ക് ഡൗൺ റീജിയനിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് സെനർ ഡയോഡ് യൂസ് ചെയ്യാൻ തന്നെയുള്ള കാരണം, ബിക്കോസ് ഇറ്റ് ഈസ് ആക്സ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. സോ വി ക്യാൻ സേ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആ പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ ഉപയോഗിക്കുക. പക്ഷേ ഇൻ കേസ് ഓഫ് ആവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ വോൾട്ടേജ് വേരി ചെയ്യും ബ്രേക്ക് ഡൗണിന് ശേഷം. സോ ദാറ്റ് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. അടുത്തായിട്ട് സെനർ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവാണ്. അത് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള കർവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ച പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പോലെ സമാനമായ ഒരു ക്യാരക്ടറിസ്റ്റിക് കർവ് തന്നെയാണ് നമുക്ക് ഫോർവേഡ് റീജിയനിലും റിവേഴ്സ് റീജിയനിലും കാണാൻ കഴിയുക. പിന്നെ ചില വ്യത്യാസങ്ങൾ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ കറണ്ടിൻ്റെ റേഞ്ചാണ്. അതുപോലെ ഈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന വോൾട്ടേജുമാണ്. അപ്പോൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സാധാരണ വി സെഡ് എന്ന് പറഞ്ഞാൽ ഒരു നീ വോൾട്ടേജ് എത്തുമ്പോഴാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ഇത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലേക്ക് എത്തുക. അതുവരെ ഡയോഡിൻ്റെ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പൂറായിരിക്കും, വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ അതിനകത്തൂടെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ അതിനെ ക്യാരക്ടറിസ്റ്റിക് ചെയ്യാൻ വേണ്ടി രണ്ട് കറണ്ടിൻ്റെ റേഞ്ചുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നീ കറണ്ട്, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആ ഇ സെഡ് കെ എന്ന് എടുക്കുക. വളരെ ചെറിയൊരു കറണ്ടാണ്. അതായത് ബ്രേക്ക് ഡൗൺ സംഭവിച്ച ഉടനെ നമ്മൾ കറണ്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന കറണ്ടാണ് ഐ സെഡ് കെ എന്ന് പറയുന്നത്. അത് ആൻഡ് ദർ ഇസ് എ മാക്സിമം കറണ്ട് ഓൾസോ. ഐ സെഡ് എം എന്ന് പറയുന്നത് ഐ സെഡ് മാക്സിമം എന്ന് പറയുന്ന ഒരു കറണ്ടും ഉണ്ട്. അപ്പോൾ ആ റീജിയനിലാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ഈ സെനർ ഡയോഡിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാക്സിമം കറണ്ടും കഴിഞ്ഞ് പിന്നെയും പോയി എന്ത് ചെയ്യും, ഈ സെനർ ഡയോഡ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഈ റീജിയനിൽ നീക്കും മാക്സിമത്തിനും ഇടയിലാണ് സാധാരണ കറണ്ടിനെ ലിമിറ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. Next is a VI characteristics. When Zener diode is forward biased, it acts like ordinary diode. That is, until certain voltage V gamma is reached, current is 0. Then afterwards, current rises exponentially. When Zener diode is reverse biased, until the breakdown voltage is reached, current is 0 or negligible. When reverse voltage equals Zener voltage, current rises exponentially in reverse direction. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് സെനർ വോൾട്ടേജ് ആകുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് എക്സ്പോണൻഷ്യലായിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ കൂടും. After the breakdown has occurred, voltage across Zener diode remains almost constant at VZ. Only the current increases with the increase in applied reverse bias. അപ്പോൾ നമുക്ക് കാണാം, ബ്രേക്ക് ഡൗൺ വൺസ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് വേരി ചെയ്യാതെ അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തും. അപ്പോൾ പിന്നെ കറണ്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഈ ഗ്രാഫിൽ നിന്ന് വളരെ എവിഡൻ്റ് ആണല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ കറണ്ടേ കൂടും. ഇങ്ങോട്ട് ഞാൻ വോൾട്ടേജ് കൂട്ടിയാലും പിന്നെ കറണ്ടിൻ്റെ വേരിയേഷനെ കാണും, അല്ലാതെ വോൾട്ടേജിൻ്റെ വേരിയേഷൻ ഉണ്ടാവത്തില്ല. അത് തന്നെ രണ്ട് ആവലാഞ്ച് ബ്രേക്ക് ഡൗണിൻ്റെ സെനർ ബ്രേക്ക് ഡൗണിൻ്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യം വരുന്ന ഏതാണ്, സാധാരണ സെനർ ബ്രേക്ക് ഡൗൺ ആണ് ആദ്യം വരിക. അപ്പോൾ 6 വോൾട്ടിന് പുറകിൽ വയ്ക്കുക. 6 വോൾട്ട് വരെ എന്ത് വരത്തില്ല, ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഉണ്ടാവത്തില്ല. അതുവരെ ഏത് ബ്രേക്ക് ഡൗണേ കാണത്തുള്ളൂ, സെനർ ബ്രേക്ക് ഡൗൺ മാത്രമേ ഉണ്ടാവൂ. അത് കഴിയുമ്പോൾ 6 കഴിഞ്ഞാൽ പിന്നെ ഏത് ബ്രേക്ക് ഡൗൺ ആയിട്ട് മാറും, ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആയിട്ട് മാറും. പിന്നെ ചില കേസുകളിൽ രണ്ടും കൂടെ കോ എക്സിസ്റ്റും ചെയ്യാറുണ്ട്. ആവലാഞ്ച് ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും കോ എക്സിസ്റ്റ് ചെയ്യുക, അതായത് ഒരുമിച്ച് സംഭവിക്കാറുമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെനർ ഡയോഡിൻ്റെ സാധാരണ പവർ എടുക്കുന്ന സമയത്ത് പി എഫ് ഇസഡ് മാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വി സെഡ് ഇൻറ്റു ഐ സെഡ് മാക്സ് എന്ന് എടുക്കാം. ദാറ്റ് വേർ പി സെഡ് മാക്സ് ഈസ് ദ മാക്സിമം പാർട്ടിസിപ്പേഷൻ അക്രോസ് ദ സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡ് ഈസ് ഓൾവേസ് കണക്റ്റഡ് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ സെനർ ബ്രേക്ക് ഡൗൺ റീജിയൻ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ സെനർ ഡയോഡ് നമ്മളെപ്പോഴും കണക്ട് ചെയ്യാറ് സർക്യൂട്ടിൽ. നമ്മളതിനെ എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആക്കി അതിൻ്റെ സെനർ ബ്രേക്ക് ഡൗൺ റീജിയനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് സാധാരണ നമ്മൾ കണക്ട് ചെയ്യാറ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇക്വലന്റ് സർക്യൂട്ട്സ് ഓഫ് സെനർ ഡയോഡാണ്. അപ്പോൾ ആക്ച്വൽ സെനർ ഡയോഡ് നമ്മൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം 3 കണ്ടീഷൻസാണ് അതിനകത്തുള്ളത്. ഒന്ന് ഫോർവേഡ്, ഒന്ന് റിവേഴ്സ്, ഒന്ന് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഫോർവേഡ് കണ്ടീഷൻ ആദ്യം നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ബാറ്ററി സോഴ്സും ഒരു സീരീസ് റെസിസ്റ്റൻസുമായിട്ട്, ഒരു ഫോർവേഡ് റെസിസ്റ്റൻസുമായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ബി ഗാമ എന്ന് പറയുന്ന ആ ബാറ്ററി എന്ന് പറയുന്നത് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു വോൾട്ടേജ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഡയോഡ് ഫോർവേഡ് റീജിയനിൽ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. കാരണം ബാറ്ററി തിരിച്ചാണ് ഇരിക്കുന്നത്. ബാറ്ററി ഇങ്ങോട്ടൊരു കറണ്ട് സെൻഡ് ചെയ്യും. അപ്പോൾ അതിനെ ആ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ, അതായത് വി ഗാമ എന്ന് പറയുന്ന ഈ വോൾട്ടേജിനെ ഓവർകം ചെയ്യുന്ന ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു കറണ്ട് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനെ കണ്ടക്ട് ചെയ്യിക്കാൻ കഴിയൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് റീജിയനിലാണ്. റിവേഴ്സ് റീജിയനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല, വളരെ ചെറിയൊരു കറണ്ടാണ് കണ്ടക്ട് ചെയ്യുക. ദാറ്റ് ഈസ് റിവേഴ്സ് റെസിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിട്ടുള്ള റിവേഴ്സ് റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനെ മറികടന്ന് ഒരു കറണ്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടുത്തായിട്ട് ബ്രേക്ക് ഡൗൺ റീജിയൻ, അതാണ് നമുക്ക് താല്പര്യമുള്ള റീജിയൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരു ഇസഡ് എന്ന് പറഞ്ഞ ഒരു സീരീസ് റെസിസ്റ്റൻസും ഒരു ബാറ്ററി സോഴ്സുമായിട്ട് നമുക്കതിനെ വി സെഡ് എന്ന് പറയുന്ന ഒരു ബാറ്ററി സോഴ്സുമായിട്ട് നമുക്കതിനെ സങ്കല്പിക്കാം. അപ്പോൾ സാധാരണ ഈ ഡയോഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ഈ ബാറ്ററി സോഴ്സും വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വി സെഡ് എന്ന് പറയും, വി സെഡ് വരെ ഒരു വോൾട്ടേജ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവേഴ്സ് റീജിയനിൽ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു വോൾട്ടേജ് എഗൻസ്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ
ബ്രേക്ക് ഡൗൺ റീജിയനിൽ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക് ഡൗൺ റീജിയനിൽ കണ്ടക്ഷൻ നടക്കാൻ ഈ VZ-നേക്കാൾ കൂടുതൽ, അതായത് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതൽ ഒരു വോൾട്ടേജ് നമ്മൾ എഗൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് കണ്ടക്ട് ചെയ്യത്തുള്ളൂ റിവേഴ്സ് റീജിയനിൽ. ഫോർവേഡ് അല്ലെന്ന് പ്രത്യേകം നോക്കിക്കൊള്ളണം. റിവേഴ്സ് റീജിയനിലാണ് കണ്ടക്ഷൻ നടക്കുക. ആൻഡ് ഇവിടെ RZ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി നെഗ്ലിജിബിളി സ്മോൾ ആൻഡ് ഹെൻസ് ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ RZ എന്ന് പറയുന്ന ഒരു സീരീസ് റെസിസ്റ്റൻസും കൂടി ഇട്ട് അസ്യൂം ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അത് വളരെ താരതമ്യേന വളരെ ചെറുതായിരിക്കും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ VZ എന്ന് പറയുന്ന ഫോർവേഡ് വോൾട്ടേജ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു റിവേഴ്സ് വോൾട്ടേജ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനെ അങ്ങോട്ട് പുഷ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതാണ് ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്തായിട്ട് സെനർ ഡയോഡ് സർക്യൂട്ടാണ്. അപ്പോൾ സാധാരണ സെനർ ഡയോഡ്സിനെ ഈ നെറ്റ്വർക്കിൽ എംപ്ലോയ് ചെയ്യുന്ന സാധാരണ നമ്മൾ അനലൈസ് ചെയ്യുന്നത് മറ്റേ സാധാരണ ഓർഡിനറി ഡയോഡ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടായിരിക്കും നമ്മളിതിനെ കീപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ മെയിൻ സോഴ്സ് ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുക. ആ പൊട്ടൻഷ്യലിൻ്റെ എഗൻസ്റ്റ് ആയിട്ട്, ആ പൊട്ടൻഷ്യലിന് നേരെ വിപരീത ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യത്തക്ക രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയോഡിനെ കീപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻ ദ റിവേഴ്സ് ബയാസ്ഡ് റീജിയൻ. അപ്പോൾ ഡയോഡിൻ്റെ ഓൺ ഓഫ് ബ്രേക്ക് ഡൗൺ റീജിയൻസ് നമുക്ക് വേണമെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുക. സാധാരണ റിവേഴ്സ് റീജിയനിലാണ് നമ്മളിത് ചൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് റിമൂവ് ദ സെനർ ഡയോഡ് ഫ്രം ദ സർക്യൂട്ട് ആൻഡ് കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് V അക്രോസ് ദ റിസൾട്ടിങ് ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ സെനർ ഡയോഡിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിന് അക്രോസ് വരുന്ന വോൾട്ടേജിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു VI, അത് ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു RL ഡിവൈഡ് ബൈ ദാറ്റ് ഈസ് ദ ലോഡ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ RS പ്ലസ് RL, അതായത് സോഴ്സ് റെസിസ്റ്റൻസ് പ്ലസ് RL, ദാറ്റ് ഈസ് എ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതിനകത്തുള്ള സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ്. ഡിനോമിനേറ്റർ എടുക്കുക. അപ്പോൾ RLലൂടെ പോകുന്ന RLനായിരിക്കും നമ്മൾ RL ഡിവൈഡ് ബൈ RS പ്ലസ് RL എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡിവൈഡർ മെത്തേഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ VI എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ലോഡ് റെസിസ്റ്റൻസ് ബൈ RS പ്ലസ് RL. അപ്പോൾ അതായത് ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും അവിടെ വരിക, ഈ സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടും വരിക. If V is greater than VZ or greater than or equal to VZ, the Zener is on. അപ്പോൾ അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ഈക്വലന്റ് മോഡൽ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ P ലെസ് ദാൻ VZ ആണെങ്കിൽ സെനർ വിൽ ബി ഓഫ്. അപ്പോൾ സെനർ ഓഫ് ആയിരിക്കും. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ഈക്വലന്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതിനെ ഓപ്പൺ സർക്യൂട്ട് ഈക്വലന്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ അപ്രോപ്രിയേറ്റ് ഈക്വലന്റ് മോഡൽ ആൻഡ് സോൾവ് ഫോർ ദ ഡിസൈഡ് അൺനോൺ. അപ്പോൾ നമ്മൾ ഇതിനെ ഈക്വലന്റ് മോഡൽ ഇട്ടിട്ട് അൺനോൺ ക്വാണ്ടിറ്റി നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. Suppose that we get V is greater than or equal to VZ, then Zener is in the breakdown region. അപ്പോൾ V greater than or equal to VZ ആണ്, Zener breakdown regionിലാണെന്ന് പറയാം. അതിൻ്റെ equivalent model is VZ, neglecting RZ. അപ്പോൾ അതിൻ്റെ equivalent model എന്ന് പറയുന്നത് VZ, ഒരു ബാറ്ററി നമ്മൾ ഇട്ടിരിക്കുന്ന പോലെ ആയിരിക്കും നമ്മളതിൻ്റെ equivalent model പറയുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സർക്യൂട്ടിൻ്റെ പാരാമീറ്റർ വാല്യൂസ് നമ്മൾ നോക്കുന്ന സമയത്ത് കറണ്ട് ത്രൂ ദ സെനർ IZ എന്ന് പറഞ്ഞാൽ മെയിൻ കറണ്ട് മൈനസ് ലോഡ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം മെയിൻ കറണ്ട് I ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ആറിൽ കൂടി ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ വരുന്ന സമയത്ത് എന്ത് കാണാം, ഒരു ബ്രാഞ്ച് കാണാൻ പറ്റും. അതായത് ഇറ്റ് വിൽ ടേൺ ടു 2 branches. ദാറ്റ് ഈസ് വൺ വിൽ ഫ്ലോ ത്രൂ ദി സെനർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് IZ. എന്ന് പറഞ്ഞൊരു കറണ്ട് ആയിരിക്കും സെനറിൽ കൂടെ ഫ്ലോ ചെയ്യുക. വേറൊരു കറണ്ട് ഈ ലോഡ് റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യും. അപ്പോൾ മെയിൻ കറണ്ട് മൈനസ് IL വിൽ ഗിവ് യു IZ, ദാറ്റ് ഈസ് എ സെനർ കറണ്ട്. അപ്പോൾ ഇനി മെയിൻ കറണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, VI മൈനസ് VZ എടുക്കണം. അപ്പോൾ VZ ഇതിനക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ട്, ആ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുക അല്ലേ. വിയുടെ പൊളാരിറ്റിയും VZൻ്റെ പൊളാരിറ്റിയും they are mutually opposing. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, VI മൈനസ് VZ എടുക്കണം. ദാറ്റ് ഡിവൈഡഡ് ബൈ ദ സീരീസ് റെസിസ്റ്റൻസ് ആണ് മെയിൻ കറണ്ട് എന്ന് പറയുന്ന I എന്ന് പറഞ്ഞാൽ. അത് ലോഡ് കറണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, IL ഈസ് ഈക്വൽ ടു V0 ബൈ RL എടുക്കണം. ദാറ്റ് V0 ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ദാറ്റ് ഡിവൈഡ് ബൈ RL വിൽ ഗിവ് യു ദ കറണ്ട് ത്രൂ ദ ലോഡ്, ദാറ്റ് ഇസ് IL. അതുപോലെ VZ അക്രോസ് വരുന്ന ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ദ സെനർ വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജും സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, സെനർ വോൾട്ടേജ് റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് ഈസ് V0 ഈസ് ഈക്വൽ ടു VZ. അപ്പോൾ അടുത്തായിട്ട് ഒരു പ്രോബ്ലമാണ് ഫോർ ദ സെനർ നെറ്റ്വർക്ക്. VI ഈസ് ഈക്വൽ ടു 16 വോൾട്ട്, RS ഈക്വൽ ടു 1 കിലോ ഓം, VZ ഈസ് ഈക്വൽ ടു 10 വോൾട്ട് ആൻഡ് RL ഈസ് ഈക്വൽ ടു 3 കിലോ ഓം. ഡിറ്റർമിൻ V0, IZ ആൻഡ് PZ. റിപ്പീറ്റ് ഫോർ RL 1.2K ഓം. അപ്പോൾ അതങ്ങനെ ഒരു സാമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണേൽ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് എ ലൈൻ റെഗുലേഷൻ. Line regulation is the capability to maintain a constant output voltage level on the output channel of the power supply despite the changes in the input voltage level. But it is change in output voltage delta V0 to the corresponding change in the ripple in the source voltage, that is delta VI. അപ്പോൾ അതിനെയാണ് നമ്മൾ ലൈൻ റെഗുലേഷൻ എന്ന് പറയുക.
That is the capability to maintain a constant output voltage level despite the changes in the input voltage level. അപ്പോൾ ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് ലെവലിൽ വേരിയേഷൻസ് ഉണ്ടായാലും നമ്മൾ ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിർത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ലൈൻ റെഗുലേഷൻ എന്ന് പറയുക. അപ്പോൾ അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സപ്പോസ് ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ചേഞ്ചസ്, ഇൻപുട്ട് വോൾട്ടേജ് വി ഐ വേരി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ബട്ട് ആർ എൽ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് മീൻസ് ഐ എൽ വിൽ ഹാവ് ടു റിമെയിൻ കോൺസ്റ്റൻറ്റ്. ബട്ട് നമ്മൾ ലോഡ് മാറ്റുന്നില്ല, ലോഡ് അതുപോലെ തന്നെ വെക്കുക, ഇൻപുട്ട് വോൾട്ടേജാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ആർ എൽ അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്താൽ അതിനർത്ഥം എന്താണ്, ഐ എൽ അതിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഐ എൽ നേരത്തെ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന കറണ്ട് അപ്പോഴും ഫ്ലോ ചെയ്തേ പറ്റൂ അല്ലേ, കാരണം ആർ എൽ മാറിയാൽ മാത്രമേ കറണ്ട് ഐ എല്ലിന് മാറാൻ പറ്റൂ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് പക്ഷേ മാറുന്നുണ്ട്. സോ അപ്പം ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ച് സോ വെൻ ഐ ഈസ് ഇൻക്രീസ്ഡ്, അപ്പോൾ എന്ത് ചെയ്യും, ഐ കൂടുകയാണെന്ന് വിചാരിക്കുക. സോ ആ ഇൻക്രീസ്ഡ് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. എന്തായാലും ഐ എൽ മാറാൻ പറ്റത്തില്ല, അപ്പോൾ പിന്നെ ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റും. ഇൻക്രീസ്ഡ് കറണ്ട് ഹാസ് ടു ഫ്ലോ ത്രൂ ദ സെനർ ഡയോഡ്. അപ്പോൾ ഇൻക്രീസ്ഡ് കറണ്ട് സെനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യും. ദസ് ഐ സെഡ് ഇൻക്രീസസ്, അല്ലെ ഐ സെഡ് കൂടും, ബട്ട് ദ സെൻട്രൽ വോൾട്ടേജ് വി സെഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പക്ഷേ അപ്പോഴും സെൻട്രൽ വോൾട്ടേജ് ആയ വി സെഡ് എന്ത് ചെയ്യും, അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ദിസ് മേക്സ് വി സീറോ ദാറ്റ് ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ വി സെഡ് എന്ന് പറയുന്നത് വി സീറോയ്ക്ക് പാരലായിട്ടാണ് നിൽക്കുക. അപ്പോൾ സെൻട്രൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നാണ് അർത്ഥം, ഔട്ട്പുട്ട് വോൾട്ടേജ് ആയ വി സീറോയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നാണ് അർത്ഥം. The circuit works as a voltage regulator and produces constant output voltage even if there is a variation in input voltage or load current. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, കറണ്ടും കൂടും, ഇൻപുട്ട് കറണ്ടും കൂടും. പക്ഷേ ആ ഇൻക്രീസ്ഡ് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും, സെനർ ഡയോഡിനകത്തൂടെ ഫ്ലോ ചെയ്തങ്ങ് പോകും. അപ്പോൾ അതുവഴി ഐ സെഡ് കൂടിയാലും പക്ഷേ വി സെഡ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, വി സെഡ് നമുക്ക് അപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിർത്താൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലൈൻ റെഗുലേഷൻ. നെക്സ്റ്റ് ഈസ് എ ലോഡ് റെഗുലേഷൻ. അതേപോലെ ലോഡിനകത്ത് വരുന്ന വേരിയേഷൻസിനെ നമുക്ക് കുറേയൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ലോഡ് റെഗുലേഷൻ ഈസ് എ കേപ്പബിലിറ്റി ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ലെവൽ ഓൺ ദ ഔട്ട്പുട്ട് ചാനൽ ഡിസ്പൈറ്റ് ദ ചേഞ്ചസ് ഇൻ ദ ലോഡ്. അപ്പോൾ ലോഡ് വേരി ചെയ്താലും ഔട്ട്പുട്ട് ചാനലിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വോൾട്ടേജ് ലെവൽ നിർത്തുന്നതിനെയാണ് നമ്മൾ സാധാരണ ലോഡ് റെഗുലേഷൻ എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ലോഡ് കറണ്ട്. അപ്പോൾ ഡെൽറ്റ വി സീറോയ്ക്ക് അനുസരിച്ച് ലോഡ് കറണ്ടിൽ ഡെൽറ്റ ഐ എൽ ആയിട്ട് എന്ത് വേരിയേഷൻ വരുന്നു എന്നുള്ള റേഷ്യോ ആണ് നമ്മൾ സാധാരണ ലോഡ് റെഗുലേഷനായിട്ട് എടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സപ്പോസ് ദ ലോഡ് ഈസ് വേരിഡ് ബട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ലോഡ് അതായത് ആർ എൽ നമ്മൾ വേരി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അതേ സെയിം കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് വോൾട്ടേജ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ലോഡ് റെസിസ്റ്റർ ആർ എൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ആർ എൽ അങ്ങോട്ട് കൂട്ടി, ആർ എൽ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഐ എൽ കുറയും. അപ്പോൾ അത്രയും കറണ്ടിന് പിന്നെ ആ റെസിസ്റ്റൻസിനകത്തോടെ ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഐ എൽ വിൽ ബി ഡിക്രീസ്ഡ്. അപ്പോൾ ഐ എൽ കുറയുക എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മെയിൻ കറണ്ടായ ഐ എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫ്ലോ ചെയ്യും അല്ലേ, അത് കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ഐ എൽ കുറയുമ്പോൾ എക്സസ് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യണം. എക്സസ് കറണ്ട് ഹാസ് ടു ഫ്ലോ ത്രൂ സെനറിനകത്തൂടെ എക്സസ് കറണ്ട്, ബാക്കി വന്ന എക്സസ് കറണ്ട് സെനറിനകത്തൂടെ ഫ്ലോ ചെയ്യും. സോ ഐ സെഡ് ഹാവ് ടു ഇൻക്രീസ് ബിക്കോസ് ഐ ഈസ് കോൺസ്റ്റൻറ്റ് സിൻസ് വി ഐ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇസഡ് അപ്പോൾ കൂടി കൊടുത്തേ പറ്റൂ. അപ്പോൾ ഐ സെഡ് കൂടിയാലും എന്ത് മാറത്തില്ല, വി സെഡ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐ സെഡ് കൂടിയാലും വി സെഡ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതായത് ഓർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ് സിൻസ് വോൾട്ടേജ് അക്രോസ് ആർ എൽ ഈസ് വി സെഡ്. അപ്പോൾ അതുവഴി നമുക്ക് ഔട്ട്പുട്ടിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തന്നെ കിട്ടുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഐ സെഡ് കൂടിയാലും വി സെഡ് മാറത്തില്ല. അപ്പോൾ വി സെഡ് ഈസ് പാരലൽ ടു വി സീറോ ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ് സിൻസ് വോൾട്ടേജ് അക്രോസ് ആർ എൽ ഈസ് വി സെഡ്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ദ ലോഡ് റെഗുലേഷൻ. അപ്പോൾ അങ്ങനെ ലൈനിൽ വേരിയേഷൻസ് വന്നാലും, അതായത് ഇൻപുട്ട് ലൈനിൽ വേരിയേഷൻസ് വന്നാലും ഔട്ട്പുട്ട് ലോഡിൽ വേരിയേഷൻസ് വന്നാലും നമുക്ക് വി ഗെറ്റ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അറ്റ് ദ ലോഡ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലൈൻ ആൻഡ് ലോഡ് റെഗുലേഷൻ യൂസിങ് സെനർ ഡയോഡ് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് എ വോൾട്ടേജ് റെഗുലേഷൻ ഫാക്ടർ. വോൾട്ടേജ് റെഗുലേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ദറ്റ് ഈസ് വി ആർ എഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് കണ്ടീഷൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ഫാക്ടർ എന്ന് പറയുക. വോൾട്ടേജ് ഇൻ ദ നോ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതിനെയാണ് നമ്മൾ സാധാരണ വി എൻ എൽ എന്ന് പറയുക. ആൻഡ് വി എഫ് എൽ ഈസ് കോൾഡ് ദ ഫുൾ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ലോഡൊന്നും ഇല്ലാത്ത സമയത്തുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിനാണ് എൻ എൽ എന്ന് പറയുക. ഫുൾ ലോഡ് ഉണ്ടായിരിക്കുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് വോൾട്ടേജാണ് വി എഫ് എൽ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ ബി എഫ് എൽ ഇൻറ്റു 100%നെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ഫാക്ടർ എന്ന് പറയുക ഓഫ് ദ സെനർ ഡയോഡ്. സോ ദാറ്റ് ഇസ് ഓൾ ഫോർ ദ ടൈം ബീങ്. താങ്ക് യു.